ഹലോ ഫ്രണ്ട്സ്, ലെഫ്റ്റ് ട്രേഡ്സ് ചാനലിൻ്റെ മറ്റൊരു ഇൻട്രോഡേ ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഫിൻനിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ ഫിൻനിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റായിട്ടെന്ന് പറയാം. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് 24,800 ഒരു സപ്പോർട്ടായിരുന്നു. ആ ഒരു 24,800 ആ ഒരു ലെവലിൽ വരെ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേളിലോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ 25,000 ആണ് ഒരു ലെവലുള്ളത്. 27,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം ഇന്നത്തെ ഒരു ട്രേഡ് ഞാൻ ഡൗൺ സൈഡിലേക്കാണ് എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് താഴോട്ട് വന്നെങ്കിലും ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇന്നലെ ലാസ്റ്റ് ബൈ ചെയ്ത ആൾക്കാരെ പോയിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു 24,800 താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു നല്ലൊരു ഡൗൺഫോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ 24,950 ഒരു റെസിസ്റ്റൻസ് ആണ്. 25,000 വരെ ഒന്ന് റീച്ച് ചെയ്ത് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊരു സ്കാൽപ്പിംഗ് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രേഡ് എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ ട്രേഡ് എടുത്തിട്ടില്ല, നമുക്ക് ട്രേഡ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റി 26,000 അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 54,200 ആണ് ഇതിൻ്റെ അടുത്ത് റെസിസ്റ്റൻസ് ഉള്ളത്. ഇപ്പോൾ നിഫ്റ്റി 26,000 റെസിസ്റ്റൻസ് എടുക്കുമോ അല്ലെങ്കിൽ 26ൻ്റെ മുകളിൽ എടുക്കുമോ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 54,200 അവിടെ റെസിസ്റ്റൻസ് എടുത്ത് ഇന്നിപ്പം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട്, ഫിൻനിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോപ്പ് ലോസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ താഴേക്ക് വന്നേക്കാം. എങ്ങനെ വരും എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ട്രേഡ് വല്ലതും കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യാം. ഇതുവരെ ട്രേഡൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഒരു ബ്രേക്കൗട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്കൗട്ട് ഫെയിലായാൽ നമുക്ക് പുട്ട് സൈഡിലേക്കൊരു എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് ട്രേഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാം, ഞാൻ 24,850യുടെയും 24,950യുടെയും ഒരു പി സൈഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴേക്ക് റെസിസ്റ്റൻസ് വന്നപ്പോൾ ഒരു ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ കാണാം, നമുക്ക് രണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ATM-ഉം ഒരെണ്ണം ജസ്റ്റ് ഔട്ട് ഓഫ് ദ OTM-ഉം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓർഡറാണ് എടുത്തിരിക്കുന്നത്. അതായത് 10:15 45 ഒരു 24,950യുടെ പുട്ടും, അതേപോലെ തന്നെ 10:13 950യുടെയും 10:15 850യുടെ ഒരു പുട്ട് സൈഡിലേക്കുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് എങ്ങനെ വരും നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് നോക്കിയാൽ കാണാം.
നമ്മൾ ഇന്നത്തെ ട്രേഡ് 45-ന് 10-13-നൊരു ഡൗൺഫോൾ വരും എന്നുള്ള രീതിയിൽ എടുത്തിരുന്നു. 45-നും 15.6-ലുമാണ്. അത് നമ്മൾ 19.55-ലും 60-ലും നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്ന് ഏകദേശം 1500 അടുത്തുള്ള ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 30% നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000-ൻ്റെ അടുത്തേക്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എടുക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു അവിടുന്ന് റിവേഴ്സൽ കാണിച്ചപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എടുത്തപ്പോൾ നമ്മൾ പുട്ട് സൈഡിലേക്കൊരു ഇതെടുത്തു. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 24,900-ൻ്റെ ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്കങ്ങനെ കുറച്ച് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണിച്ചെങ്കിലും നമുക്ക് അങ്ങോട്ട് തന്നെയുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്നൊരു മന്ത്ലി എക്സ്പയറി ആയത് കാരണം ചിലപ്പോൾ ഇത് വോൾട്ടൈലായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. വേറൊരു ട്രേഡിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.